മറ്റൊരു ആയത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. വഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു 24 മണിക്കൂറും അവർ നിസ്കാരത്തിലാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് രാപ്പകലില്ലാതെ അവൻ ബാത്റൂമിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയമാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അവൻ നിസ്കാരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഗ്രി എടുത്ത മുഅ്മിൻ ആരാണ് ലോകത്തുള്ളത്? എന്താണ് വഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ഉപ്പാവ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ആയത്തിലേക്ക് നോക്കൂ. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. സൂറത്തു നൂഹിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അധ്യായമാണ്. ഞാൻ എന്റെ ഖൗമിനെ രാപ്പകലില്ലാതെ ക്ഷണിച്ചു, ദഅവത്ത് നടത്തി എന്ന് പറയുന്ന ഒരു ആയത്ത്. എങ്ങനെയാണ്, ഏത് പ്രവാചകന്മാർക്കാണ് ഇത് സാധിക്കുക? ആർക്കാണ് ഇത് സാധിക്കുക? ആരായ നൂഹ് നബി അലൈഹിസ്സലാം പകല് സമയത്തും വൈകുന്നേര സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലാത്ത എല്ലാ സമയങ്ങളിലും എന്റെ സമൂഹത്തെ ഞാൻ ക്ഷണിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹിസ്സലാം കളവ് പറയില്ലല്ലോ. പിന്നെ എന്താണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞ ഈ അധ്യായം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിലും കുറെ സിറുകളുണ്ട്. ആ സിറുകൾ ഞങ്ങളുടെ ഉപ്പാവയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല ഇന്ന റബ്ബുകുമുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശി എന്ന് പറയുന്ന ഈ അധ്യായം റബ്ബ് തആല ആകാശഭൂമിയെ 6 ദിവസങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് 6 ദിവസങ്ങളെ കൊണ്ട് ആകാശഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ 7ാമത്തെ ദിവസം റബ്ബ് ലീവ് എടുത്തതായിരുന്നു സഹോദരന്മാരെ. 6 ദിവസമാണോ ആകാശഭൂമി അല്ലാഹ്ക്ക് സൃഷ്ടിക്കാൻ? എന്താണ് ഈ ആകാശഭൂമി കൊണ്ട് റബ്ബ് ഉദ്ദേശിക്കുന്നത്? നാം ഉദ്ദേശിക്കുന്ന മേപ്പോട്ട് നോക്കിയാൽ കാണുന്ന ആകാശവും കീപ്പോട്ട് നോക്കിയാൽ കാണുന്ന ഭൂമിയുമാണോ? എങ്കിൽ എന്റെ സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിന്റെ എല്ലാ ഹഖായിഖുകളും അസ്റാറുകളും അറിയാവുന്ന ഏറ്റവും വലിയൊരു സൂഫി ഗുരുനാഥൻ ഈ കേരളക്കരയിലുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ ഉപ്പാവയാകുന്ന ശൈഖ് തങ്ങളാകുന്ന PSK തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ ഗുരുവല്ലാതെ മറ്റ് ആരുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ മഹാനവറുകളെ സംബന്ധിച്ച് ഇപ്പോൾ അടുത്ത് മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നവജാത ശിശുവിന് മുലപ്പാൽ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയതായിരിക്കുന്ന വിപ്ലവം പത്രമാധ്യമങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഞങ്ങളുടെ ശൈഖാകുന്ന PSK തങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകളെ തേജോധനം ചെയ്തപ്പോ എന്റെ സഹോദരന്മാരെ, 1-2 ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ആരാണ് ഈ സംഭവം പറഞ്ഞത്, ആരാണ് ഇത് പ്രവർത്തിച്ചത് എന്നുള്ളത് നിയമപാലകന്മാര് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ കയറ്റി നിയമ കാര്യങ്ങൾ അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ഉപ്പാവയാകുന്ന ശൈഖ് തങ്ങളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് മഹാനവറുകളുടെ ഫോട്ടോ വെച്ച് ഞങ്ങളുടെ ഗുരുവിന്റെ മുഖത്ത് കൈവാരിത്തേക്കുമ്പോ എന്റെ സഹോദരന്മാരെ മനസ്സിലാക്കണം, മുലപ്പാല് നിഷേധിക്കുക ഇതുപോലെയുള്ള ഒരു പ്രവർത്തനവും ഇതുവരെ ഞങ്ങളുടെ ഉപ്പാവ ചെയ്തിട്ടില്ല, അത് ചെയ്യുകയുമില്ല. ഞങ്ങളുടെ ഉപ്പാവയുടെ ദൗത്യം ഞങ്ങളെ പോലെയുള്ള കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ സൂഫീസങ്ങളും പരിശുദ്ധമായ ഖുർആനിന്റെ ഹഖായിഖുകളും പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉപ്പാവയുടെ ദൗത്യമെങ്കിൽ എന്റെ സഹോദരന്മാരെ, മഹാരഥന്മാരാകുന്ന ആലും നബിയെ സംബന്ധിച്ച് വേണ്ടാത്തത് പറഞ്ഞ് അവരുടെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ഒരവസ്ഥ ഒരാളിലും ഉണ്ടാവരുതേ എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.